കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിക്കിടെ രാജ്യത്തെ സുപ്രധാന വകുപ്പുകളിൽ ഒന്നിലെ 2 മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ പരസ്യമായി ഏറ്റുമുട്ടിയ സംഭവം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ അകത്തളങ്ങളിലെ അസ്വാരസ്യങ്ങൾ തുറന്നുകാട്ടുന്ന ഒന്നായി മാറി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുത്ത തൊഴിൽ മേളയുടെ വേദിയിലാണ് തപാൽ വകുപ്പിലെ 2 പോസ്റ്റ് മാസ്റ്റർ ജനറൽമാർ ഇരിപ്പിടത്തെ ചൊല്ലി കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തിയത്. ഈ സംഭവം രാജ്യമെമ്പാടും ചർച്ചയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഈ പരസ്യമായ പോരാട്ടത്തിന്റെ മൂല കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ അധികാര വടംവലിയും സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുമായിരുന്നു. തർക്കത്തിലേർപ്പെട്ടവരിൽ ഒരാൾ ഓറഞ്ച് നിറത്തിലുള്ള സാരി ധരിച്ച ശോഭ മദാലെ നാഗ്പൂർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്നു. എന്നാൽ 2023 സെപ്റ്റംബർ 8 അവരെ കർണാടകയിലെ ധാർവാഡിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങി. ഇതിനെ തുടർന്ന് നവി മുംബൈ പോസ്റ്റ് മാസ്റ്റർ ജനറലായ സുജിത ജോഷിക്ക് നാഗ്പൂരിലെ അധിക ചുമതല നൽകി. എന്നാൽ ശോഭ മദാലെ ഈ സ്ഥലംമാറ്റ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ സ്റ്റേ ഉത്തരവ് ലഭിച്ചു. ഇതോടെ നാഗ്പൂരിലെ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ യഥാർത്ഥ ചുമതല ആർക്കാണെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തർക്കം ഉടലെടുത്തു. നിയമപരമായി തനിക്കാണ് ചുമതലയെന്ന് ശോഭ മദാലെ വാദിക്കുമ്പോൾ താൽക്കാലിക ചുമതല വഹിക്കുന്ന സുജിത ജോഷി തന്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ഈ അധികാര വടംവലിയും പരസ്പരമുള്ള അസൂയയുമാണ് പൊതുവേദിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾക്ക് ആധാരം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത വേദിയിൽ ഇരു ഉദ്യോഗസ്ഥരും ഒരേ സോഫയിലാണ് ഇരുന്നത്. സാധാരണഗതിയിൽ ഇത്രയും ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥർ ഔദ്യോഗിക മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ അധികാര തർക്കം വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്ക് വഴിമാറിയതോടെ മര്യാദകൾ കാറ്റിൽ പറന്നു. വൈറലായ വീഡിയോ ദൃശ്യങ്ങൾ അനുസരിച്ച് ശോഭ മദാലെ സുജിത ജോഷിയോട് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെയാണ് തർക്കം ആരംഭിക്കുന്നത്. എന്നാൽ സുജിത ജോഷി അതിന് കൂട്ടാക്കാതിരുന്നതോടെ സാഹചര്യം വഷളായി. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ശോഭ മദാലെ സുജിത ജോഷിയെ കൈമുട്ടുകൊണ്ട് തള്ളുകയും ശരീരത്തിൽ നുള്ളുകയും ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരസ്യമായി സഹപ്രവർത്തകയെ സ്ഥലം മാറ്റാൻ നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായി അവർ വീണ്ടും വീണ്ടും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ അത്യന്തം മോശമായ രംഗങ്ങൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യത്തിലാണ് അരങ്ങേറിയത്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ പോര് കണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴും അതൃപ്തിയോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. മന്ത്രിയുടെ മുഖത്തെ ഭാവം ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലുള്ള അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ അമർഷം വ്യക്തമാക്കുന്നുണ്ട്. ഒരു പൊതുവേദിയിൽ പാലിക്കേണ്ട ഔദ്യോഗിക ചിട്ടവട്ടങ്ങളെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു അവരുടെ പെരുമാറ്റം. ഇന്ത്യൻ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ അധികാര വടംവലിയും വ്യക്തിപരമായ ഈഗോയും എത്രത്തോളം ശക്തമാണെന്ന് ഈ സംഭവം തെളിയിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിൽ വിശ്വാസം നഷ്ടപ്പെടാൻ ഇത്തരം സംഭവങ്ങൾ വഴിവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ വകുപ്പുകളുടെ സുഗമമായ പ്രവർത്തനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പൊതുജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ തകർച്ചയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അന്തസ്സില്ലായ്മയെന്നും പലരും ഇതിനെ വിശേഷിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയ സുപ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പൊതുവേദിയിൽ ഇത്തരത്തിൽ പെരുമാറിയത് നാണക്കേടുണ്ടാക്കി. തപാൽ വകുപ്പ് ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ സംഭവം കേന്ദ്ര സർക്കാരിനും വകുപ്പിനും തലവേദന സൃഷ്ടിച്ചു. അധികാര തർക്കങ്ങൾ പരിഹരിക്കാൻ നിയമപരമായ വഴികൾ നിലനിൽക്കെ പൊതുവേദിയിൽ അതിക്രമം കാണിച്ചത് ഗുരുതരമായ പെരുമാറ്റ ദോഷമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നാഗ്പൂരിലെ ഈ സംഭവം കേവലം 2 ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ തർക്കത്തിനപ്പുറം ഇന്ത്യൻ ഭരണ സംവിധാനത്തിനുള്ളിലെ അസ്വസ്ഥതകളുടെ പ്രതീകമായി മാറി. സ്ഥലം മാറ്റം പോലുള്ള ഭരണപരമായ കാര്യങ്ങൾ നിയമപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കേണ്ടതിന് പകരം പൊതുവേദിയിൽ മര്യാദയില്ലാതെ പെരുമാറിയത് ഉദ്യോഗസ്ഥ തലത്തിൽ പാലിക്കേണ്ട പ്രൊഫഷണലിസത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉന്നത പദവിയിലിരിക്കുന്നവർ പെരുമാറ്റത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വവും കാണിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്.